അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെന്ന് വാർത്ത വരുന്നു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്മാർ, നൗരേഷ എന്നിവിടങ്ങളാണ് ഇപ്പോൾ വെടിവയ്പുണ്ടായതായി വാർത്ത വരുന്നത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. നടപടികൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ചെനാബ് നദിയിലെ ഡാമിൻ്റെ ഷട്ടർ താഴ്ത്തിയിട്ടുണ്ട്. വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. വിനിത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? തുടർച്ചയായ 10ാം നാളിലും പാകിസ്ഥാൻ പ്രകോപനം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതിർത്തിയിൽ 8 ഇടങ്ങളിലാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായിരിക്കുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, ബന്ദാർ, നരൌഷ, ഒപ്പം തന്നെ സുന്ദർബാനി, അഖ്നൂർ എന്നീ മേഖലകളിലാണ് ഈ വെടിവെപ്പുണ്ടായിരിക്കുന്നത്. അഖ്നൂരിലും കുപ്വാരയിലും ഒക്കെ കഴിഞ്ഞ ദിവസവും തുടർച്ചയായി നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിന്ന് പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായിട്ടുണ്ട്. ഇന്നും അത് തുടരുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് തുടർച്ചയായ 8 സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വെടിവെപ്പുണ്ടായിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിന്ന് ശക്തമായി ഇന്ത്യൻ സൈന്യം ഇതിനെ തിരിച്ചടിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ 2ാം ഘട്ടമെന്ന നിലയിൽ ഈ ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിനായാണ് നടപടി. ഈ ജലമൊഴുക്ക് കുറയ്ക്കുന്നത് കൂടി അവിടെയുള്ള കൃഷി മേഖലകളിലേക്കൊക്കെ തന്നെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇത് ഹ്രസ്വകാല നടപടി എന്നാണ് സൂചന നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതുകൂടാതെ ജലം കിഷൻ ഗംഗ ഡാമിലും സമാന നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എസ് കെ.